ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള 2 വർഷത്തെ കോൺട്രാക്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ദിമിത്രിയോസ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞത്. ഈസ്റ്റ് ബംഗാളാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തകർപ്പൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിമിയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുന്നത്. പക്ഷെ അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള പ്രകടനം ഈസ്റ്റ് ബംഗാളിൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 15 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 3 ഗോളുകൾ മാത്രമാണ് ദിമി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നേടിയിട്ടുള്ളത്. അതിനുള്ള കാരണങ്ങൾ അദ്ദേഹം പുതിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. താരങ്ങളുമായി വേണ്ടത്ര ആ ഒരു കെമിസ്ട്രി വർക്കാവുന്നില്ല എന്നായിരുന്നു ദിമി പറഞ്ഞിരുന്നത്. ഈ ഒരു അഭിമുഖത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ദിമി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ 3-ലധികം ക്ലബ്ബുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം ദിമി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ആദ്യം സംസാരിച്ചത് പരിശീലകനായിരുന്ന കാർലസ് കോഡ്രറ്റിനോടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സംഭാഷണമായിരുന്നു നടന്നിരുന്നത്. ക്ലബിൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് അദ്ദേഹം എന്നോട് വിശദീകരിച്ചു തന്നു. ഞാൻ ആദ്യമായി ക്ലബിനോട് സംസാരിക്കുന്ന സമയം അതായിരുന്നു. അതേസമയം ISLലെ മറ്റു ക്ലബ്ബുകളിൽ നിന്നും എനിക്ക് ഓഫറുകൾ ഉണ്ടായിരുന്നു. 3-ലധികം ടീമുകൾ എന്നെ സമീപിച്ചിരുന്നു. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ പോകുന്നില്ല എന്നത് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ബംഗാളിനെ തിരഞ്ഞെടുത്തത്. അവർ എന്നെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഈ ക്ലബിന്റെ ചരിത്രം എനിക്കറിയാമായിരുന്നു. ക്ലബിന് വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതാണ് ദിമി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ വലിയ ലക്ഷ്യങ്ങളോട് കൂടി തന്നെയായിരുന്നു ഈ സീസണിന് വേണ്ടി എത്തിയിരുന്നത്. ദിമിയെ കൂടാതെ ഒരു പിടി സൂപ്പർ താരങ്ങളെ അവർ സ്വന്തമാക്കിയിരുന്നു. ജീക്സൺ സിംഗ്, അൻവർ അലി തുടങ്ങിയ ഒരുപാട് മികച്ച താരങ്ങളെ അവർ സ്വന്തമാക്കി. പക്ഷേ ISLൽ ഈസ്റ്റ് ബംഗാൾ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നുള്ളത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.